തൃശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ളത് കാലാവധി കഴിഞ്ഞ അപകടാവസ്ഥയിലുള്ള 271 കെട്ടിടങ്ങൾ. ഈ 271 കെട്ടിട ഉടമകൾക്ക് ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇവരാരും ഇതിന് തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ പിറകിലുള്ള ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം താഴേക്ക് വീണപ്പോൾ ഒടുവിൽ ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം കോർപ്പറേഷൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി. ഇന്നലെ രാത്രി തുടങ്ങിയ ആ യജ്ഞം പുലർച്ചെയാണ് അവസാനിച്ചത്. മുഴുവൻ സമയവും മേയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അടുത്ത ഘട്ടം എങ്ങനെയാണ്? നമുക്കറിയാം, തൃശ്ശൂർ പട്ടണത്തിനകത്ത് സ്വരാജ് റൗണ്ടും അതിന് പരിസരത്തുള്ള കെട്ടിടങ്ങളൊക്കെ ഏകദേശം ശക്തൻ തമ്പുരാൻ്റെ പഴക്കമുള്ളതാണ്. ഇത് ഓരോ വർഷവും തൃശ്ശൂർ പൂരം വരുമ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുകയും നാളിതുവരെ ഇത്രയും കാലഘട്ടമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിനും അതിന് സ്റ്റെബിലിറ്റി നൽകുന്നതിനും തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും കർശനമായ നടപടിയിലേക്ക് കോർപ്പറേഷൻ നീങ്ങുന്നത്. അടുത്ത ഘട്ടം എങ്ങനെയാണ്? അടുത്ത ഘട്ടം നമുക്കറിയാം, 271 ബിൽഡിങ്ങുകളുണ്ട്. അതിനകത്ത് 144 ബിൽഡിങ്ങുകളുടെ തീരുമാനം എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മളിപ്പോൾ 3 ഘട്ടങ്ങളായും തിരിക്കാൻ പോവുക. ഏറ്റവും അപകടകരമായി നിൽക്കുന്ന ബിൽഡിങ്ങുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ വർക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട്. അടിയന്തരമായി അതും നമ്മൾ ഡിസാസ്റ്ററിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായി തന്നെ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. കെട്ടിട ഉടമകൾ ഒരിക്കലും തയ്യാറാവുന്നില്ല. ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം കോർപ്പറേഷൻ തന്നെ രംഗത്തിറങ്ങേണ്ട അവസ്ഥയാണ്. അതെ, നേരിട്ട് ഇറങ്ങേണ്ടി വരുന്നു. കാരണം കെട്ടിട ഉടമകൾക്ക് പല പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ടും യാതൊരു നടപടിയും അവർ ചെയ്യാൻ തയ്യാറില്ലാത്ത സാഹചര്യത്തിൽ മാത്രമല്ല, നമുക്കറിയാം ഈ ബിൽഡിങ്ങിൽ നിന്നും ഒരു പ്രാവശ്യം ഇതുപോലെ ഗ്ലാസ് പൊട്ടി വീണ് അപകടമുണ്ടായി. അവർക്കും കടലാസ് കൊടുത്തു. അതുപോലെ തന്നെ പരിസരത്തുള്ള എല്ലാവർക്കും കൊടുത്തിട്ടും അവർ കോർപ്പറേഷൻ ഇതൊന്നും ഒന്നും ചെയ്യാനുള്ള കഴിവില്ല എന്നും വെല്ലുവിളിക്കുന്നതുകൊണ്ട് ഇതേ സമയം തന്നെ കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ ലിസ്റ്റിലുണ്ട്. അതിലേക്കുള്ള നീക്കം നമ്മൾ അതുപോലെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സ്വന്തമായ ബിൽഡിങ്ങുകളുണ്ടോ അതിനകത്താണ് ആദ്യമായി തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ കേടുപാടുകളുണ്ടെങ്കിൽ അതിൻ്റെ നടപടി ഉണ്ടാവണം. ഒപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഒരു ട്രസ്റ്റ് അങ്ങനെ പറന്നുപോയി. അപ്പോൾ ആ പറന്നുപോയതിനെക്കുറിച്ച് അന്വേഷണത്തിന് വെച്ചിട്ടുണ്ട്. അടിയന്തരമായി അത് വിജിലൻസിൽ കൊടുക്കാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. തീർച്ചയായും വിട്ടുവീഴ്ചയില്ലാതെ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് കോർപ്പറേഷൻ മേയർ MK വർഗീസ് നമ്മളോട് പറയുന്നത്. കാരണം അതീവ അപകടാവസ്ഥയിലുള്ള ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട്. അപകടം വന്ന് മരണം സംഭവിക്കുമ്പോൾ മാത്രമല്ല കണ്ണു തുറക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയായി നടപടി ആരംഭിച്ചിരിക്കുകയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.